അല്ല, ഈ ഒന്നാമത്തെ കാര്യം പ്രതിപക്ഷ നേതാവായിട്ട് ശ്രീ പിണറായി വിജയന് അധികാരത്തിൽ തുടരാനുള്ള ഒരർഹതയുമില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നതും ഒരു സുപ്രധാനമായ പദവിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ജെയിൻ ഹവാല കേസിൽ LKA എന്നുള്ള ഒരു മൂന്നക്ഷരം വന്നപ്പോൾ, LKA എന്ന് പറയുന്ന ഒരു മൂന്നക്ഷരം വന്നപ്പോൾ BJP നേതാവായിരുന്ന ശ്രീ ലാൽകൃഷ്ണ അദ്വാനി സ്വീകരിച്ച ഒരു മാതൃകയുണ്ട്. ഇവിടെ പ്രകടമായി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകൾ, അദ്ദേഹത്തിന്റെ മരുമകൻ, ഇനി മകനിലേക്കും അടക്കം എത്താവുന്ന ഒരു കേസാണിത്. അതുകൊണ്ട് ആദ്യം തന്നെ പിണറായി വിജയൻ തന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. റിയാസിനെ സംബന്ധിച്ച് മടിയിൽ കനവിലെ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? റിയാസ് ഇത്ര വെപ്രാളപ്പെടുന്നത് എന്തിനാണ്? എന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞൊരു രക്തസാക്ഷി പരിവേഷം എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഒന്നും പേടിക്കാനില്ലെങ്കിൽ അന്വേഷണ വഴിക്ക് പോയില്ലേ? പിന്നെ CPM-നകത്ത് ഞാനിപ്പോ അത് ഉത്തരവാദപ്പെട്ടൊരു പദവിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. അവർക്കെല്ലാം കാര്യങ്ങൾ അറിയാം. ഇപ്പൊ ആരും വരുന്നില്ലല്ലോ ബഹളം വയ്ക്കാൻ. ശ്രീമാൻ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ സെർച്ച് നടന്നപ്പോൾ കാണിച്ച ആവേശം ഇപ്പോൾ റിയാസിന്റെ കാര്യത്തിൽ കാണുന്നില്ലല്ലോ. CPM-ൽ ഇതെല്ലാവരും കൺവിൻസ്ഡ് ആണ്. ഈ ബിസിനസ് ലോബികളെല്ലാം എങ്ങനെയാണ് ഉണ്ടായത്, അവർക്കെല്ലാം ഇതിൽ മുതൽ മുടക്കാനുള്ള സാഹചര്യം എങ്ങനെ കിട്ടുന്നു, ഇത് ഈ പണത്തിന്റെ ഉറവിടം എന്താണ്, ഇത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് റിയാസിനോ അല്ലെങ്കിൽ CPM നേതാക്കൾക്കോ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടുമെന്ന് പറയുന്നതിന് പകരം നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. ഇനി ED-യെ ഭയപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാം. നേരത്തെ സർക്കാർ ഉണ്ടായിരുന്നുകൊണ്ടാണ്, പോലീസ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇനി എനിക്ക് അറിഞ്ഞൂടാ, VD സതീശൻ സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയന് കിട്ടിയതുപോലെ പോലീസിന്റെ സഹായം കൊടുക്കാൻ തയ്യാറാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ തയ്യാറായാൽ ഇപ്പൊ തിരുവനന്തപുരത്തെ കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയമായി നേരിടുമെന്ന് പറയുന്നത് ഒരു പാപ്പരത്തമാണ്. രാഷ്ട്രീയമായി ഒന്നും നേരിടാനില്ല. ഇത് പൊളിറ്റിക്കൽ കേസല്ല. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇനിഷ്യേറ്റീവ് എടുത്തു മുന്നോട്ട് വന്നൊരു കേസല്ല. ആദായനീതി വകുപ്പിന് മുമ്പിൽ ഈ കുടുംബം തന്നെ ഹാജരാക്കിയ രേഖകളും അവർ കൊടുത്ത സത്യവാങ്മൂലവും അവർ കൊടുത്ത കണക്കുകളും എല്ലാം അടിസ്ഥാനമായി ഉയർന്നു വന്ന ഒരു കേസാണ്. ഒട്ടും രാഷ്ട്രീയ പ്രേരിതമല്ലാത്തൊരു കേസാണ്. അത് ബുദ്ധിയുള്ള, വിവേകമുള്ള എല്ലാ CPM നേതാക്കൾക്കും അറിയാം, അണികൾക്കും അറിയാം. ഞാൻ സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവൻ നോക്കി. റിയാസിനെയും സംഘത്തെയും സംരക്ഷിക്കാൻ ഒരൊറ്റ സൈബർ സഖാക്കൾ പോലും ഇത്തവണ രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ വെറുതെ റിയാസിന് രക്തസാക്ഷി പരിവേഷം നൽകരുത് എന്നാണ് എന്റെ അഭിപ്രായം. അതെനിക്കറിഞ്ഞ അല്ല, ഏജൻസി. അത് ഞാൻ പറഞ്ഞ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അല്ല, അതിപ്പോ കേസ് വരുമ്പോ ചോദ്യം ചെയ്യില്ലേ? അതിപ്പോ ഇത്ര പേടിക്കാനെന്നിരിക്കുന്നു. അല്ല, അറിഞ്ഞൂടെ എനിക്ക്. ഞാൻ ഏജൻസിയുടെ ഭാഗമല്ല, ഞാൻ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകനാണ്. അല്ല, എനിക്കെങ്ങനെ അറിയുന്നത്? ED ചോദ്യം ചെയ്യുന്നവരൊക്കെ ഞാൻ അവരുടെ ആധാരം, ജാതകം എനിക്കെങ്ങനെ അറിയാം? എനിക്ക് ആളെ പോലും അറിയാം ആരാണ്. എന്തിനാ ഞങ്ങൾ അന്വേഷിക്കുന്നത്? അവര് അന്വേഷിച്ച് നടത്തിക്കോളൂല്ലോ കാര്യങ്ങൾ. അതറിയില്ല. നിങ്ങൾക്ക് ഇത്ര വെപ്രാളം എന്താണ്? അന്വേഷണം വരട്ടെ എന്ന്. ഞാനും അതെന്താണ് സംഭവിക്കുന്നത് കാത്തിരിക്കുന്ന ഒരാളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും നോക്കണം ഈ കേസുകളൊക്കെ എങ്ങനെയാണ് അതിന്റെ ലോജിക്കൽ കൺക്ലൂഷൻ എത്തുന്നത്. അതുകൊണ്ട് കാത്തിരിക്കുന്നു, കുറച്ച് സാവകാശം തരും. അറിഞ്ഞൂടാന്ന് എനിക്കറിഞ്ഞൂടാ. എന്റെ ചോദ്യം, നിഖിലിനെ അറിയാം. നിഖില് സാധാരണ നിലയിൽ എനിക്കറിയാം. സാധാരണ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് ഒരു ബിസിനസ് സംരംഭം വൻ മുതൽ മുടക്ക് നടത്തണമെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് സാധാരണ അങ്ങനെ ഒരു പതിവില്ല. നിഖിലിന് മാത്രം എങ്ങനെ ഒരു എക്സംഷൻ കിട്ടി? ഇതിന്റെ സാമ്പത്തിക ഉറവിടം എന്താണ്? എവിടുന്നൊക്കെയാണ് വായ്പ എടുത്തിരിക്കുന്നത്? ആരൊക്കെയാണ് മുതൽ മുടക്കിയിരിക്കുന്നത്? ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ അല്ലെങ്കിൽ ബിസിനസിന്റെ യഥാർത്ഥ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ ഏതൊക്കെ അക്കൗണ്ടുകളിലാണ് പണം പല കാര്യങ്ങളുണ്ട്. അതിനൊക്കെ മറുപടി പറയേണ്ടത് CPM ആണ്. BJPക്ക് അതിൽ ഒരു കാര്യം മറുപടി പറയേണ്ട ആവശ്യമില്ല. ഒരു തൊഴിലാളി വർഗ പാർട്ടി എങ്ങനെയാണ് സ്വകാര്യ മൂലധനം ഇത്ര വലിയ തോതിൽ നിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്? അത് അവരുടെ പാർട്ടിയാണ് പണി. ഞങ്ങളെ പാർട്ടിയിൽ ആ പ്രശ്നമില്ല. ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ച്
സ്വകാര്യ മൂലധനം ഉപയോഗിച്ച് ആളുകൾക്ക് ബിസിനസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കോൺഗ്രസിലില്ല, ജനാധിപത്യ പാർട്ടികളിലൊന്നുമില്ല. ഇവർ വലിയ മാലാകമാരാണല്ലോ.